അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നല്ല അടിപൊളി പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളും എഴുതുക. അതുപോലെ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് എഴുതണം കേട്ടോ. അപ്പം എല്ലാവർക്കും പൂതിയായി കാണാൻ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുങ്ങാണ്ടിരിക്കുമ്പോൾ എന്തേലും ഒരു പൊരിച്ച കടിയോ എന്തേലും ബേക്കറി ഒക്കെ തിന്നാൻ ഭയങ്കര ഒരു ഇതേക്കാരല്ലേ. അപ്പം എനിക്കിങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാണ് കേട്ടോ. അപ്പം ഇരും മഴയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. അപ്പം എനിക്ക് ഇങ്ങനത്തേന് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പം ഏതായാലും പരിപ്പ് കൊടുന്ന് വെച്ചത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചോറയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് കേട്ടോ, പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പരിപ്പ് പിന്നെ തോനേരൊന്നും വെള്ളത്തിലിട്ട് പുതരാനില്ലല്ലോ. അത് വെള്ളത്തിലിട്ട് പുതർന്നോട്ടെ. എന്നിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ മോറി കുറച്ചു നേരം മഴയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ അടുക്കളയൊക്കെ അറിയിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാലോ വെച്ചാൽ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നോക്കാണ്ട്, എന്നാൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കടിയാണേനും. അങ്ങനെ ഞാനിത് ആ പരിപ്പൊക്കെ പുതർന്നിട്ട് ഒരു ഓട്ടപാത്രത്തേക്ക് ഊറ്റി വെച്ചിട്ട് വെള്ളം ഇത്തിരി പറ്റൂല കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ലേശം നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ പരിപ്പ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് മാറ്റി വെക്കുക. അപ്പം ഞാൻ എങ്ങനെയായാലും ഇതിൽ നിന്ന് ഒരു പൊടി പരിപ്പ് കൊണ്ട് മാറ്റി വെക്കേണ്ട ഈ സാസർക്ക് കേട്ടോ. ഇത് നമുക്ക് അവസാനം ചേർക്കാനുള്ളത്. അതുമല്ല, ഇതൊക്കെ തന്നെയാണ് ഈ പരിപ്പ് വടയുടെ രസം കൂടാൻ കാരണം. നമ്മൾ പീടിയിൽ നിന്നൊക്കെ ഒരു പരിപ്പ് വട വാങ്ങുമ്പോൾ എന്തേ കാരൻ രസം. പിന്നെ ഞാൻ 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ജീരകം 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ബാക്കി എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിക്ക് ഒരു 5-6 വെളുത്തുള്ളി തോല് കളയാൻ പാടില്ല കേട്ടോ. വെളുത്തുള്ളി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ ഇല്ലിയാക്കിയിട്ട് ആ മൂക്കുണ്ടല്ലോ, വെളുത്തുള്ളിമ്മ ഉണ്ടാവും ഒരു മൂക്ക് പോലെ ഒരു സാധനം, അതൊന്ന് മുറിച്ച വാലിൻ്റെ അവിടെ ആ കൂർമ്പായി നിൽക്കണ ഭാഗം ഒന്ന് മുറിച്ച് കളയുക. അല്ലാതെ തോല് പൊളിച്ച് കളയരുത്. എന്നിട്ട് ഒരു 5-8 പോണെടുത്തുങ്ങാണ്ട് മിക്സിക്ക് ഇടുക. എന്നിട്ട് നല്ലോ അരക്കല്ല, മിക്സി ഒന്ന് ഇടുക, ഓഫാക്കുക. പിന്നെ 2 വേപ്പിൻ്റെ ഇല കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സി ഒന്ന് നമ്മളിങ്ങനെ കറക്കി കൊടുക്കുക, ഓഫാക്കുക, കറക്കി കൊടുക്കുക, ഓഫാക്കുക. ആ പരുവത്തിലാണ് ഇത് എടുക്കണത്. വെള്ളമൊന്നും കൂട്ടരുത്. എന്നിട്ട് ഞാനത് ഈ പാത്രത്തേക്ക് എടുക്കണം. അപ്പോൾ ഉണക്കമുളകാണ് നമ്മൾ പരിപ്പുവടയിൽ വേണ്ടത്. അതുപോലെ തന്നെ വലിയ ജീരകം, വെളുത്തുള്ളി, ഇതാണ് ഏറ്റവും വേണ്ടപ്പെട്ട സാധനം. എന്നിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണു പരിപ്പ്. അങ്ങനെ ഈ പരിപ്പ് നമുക്ക് കുറച്ചധികം നല്ല അങ്ങോട്ട് അരച്ചെടുക്കണമായി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഈ പരിപ്പിൽ ലേശം വെള്ളം കൂട്ടരുത്, കടുപുടേനെ ചെയ്യാൻ നിൽക്കരുത്. അപ്പം നമ്മളെ പരിപ്പ് വട ശരിയായി കിട്ടൂല. അപ്പം ലേസീച്ചിട്ടുങ്ങാണ്ട് ഒന്ന് ചതച്ചെടുക്കുക. മിക്സി ഓണാക്കിങ്ങാണ്ട് എങ്ങോട്ടും പോവാൻ നിൽക്കരുത്. അപ്പം ഞാനിത് ഈ പരുവത്തിലാണ് കേട്ടോ നമ്മളെ പരിപ്പൊക്കെ ഇതാക്കി എടുത്തിക്കണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ എടുത്ത് വെച്ചിരുന്ന പരിപ്പും പാടായി കിട്ടും. എന്നിട്ട് 3 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു വെല്ലുള്ളി എടുത്ത് കുനുകുനിയേനെ അങ്ങോട്ട് അരിഞ്ഞിക്കാണ്, അതും ഇട്ട് കൊടുത്തു. ലേശം വേപ്പിൻ്റെ ഇല ഉണ്ട് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ചിലവിലിടും ചിലവിലിടൂല, അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. പിന്നെ കളറിന് വേണമെന്നുണ്ടെങ്കിൽ ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ലേശം മല്ലിച്ചപ്പ് പിച്ചി മുറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കത്തി കൊണ്ടായിരുന്നു. നമ്മൾ ഫ്രിഡ്ജിൽ ഏതായാലും ലേശം മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ അത് വേപ്പിൻ്റെ എല്ലാം അരിഞ്ഞ് കൊട്ടിക്കുന്നുണ്ടോ. നല്ല മുരിക്കനാവട്ടോ ഈ പരിപ്പ് വട, ഭയങ്കര രസമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞു, എന്താണ് മീൻകറി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അതൊക്കെ കേട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ചിക്കൻ മസാല, ബീഫ് മസാല, മുളക് പൊടി ഒന്നും കൂട്ടരുത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വെറും ഈ ഐറ്റം മതി. എന്നിട്ട് നമ്മൾ എന്താ കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. അപ്പം നല്ല എല്ലാം പാടെ അങ്ങോട്ട് മിക്സി ആയി വരുമ്പോണ്ട് നമ്മൾ ആ മുളകിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ മണം അങ്ങോട്ട് മൂക്ക് കടിച്ച് കയറും കേട്ടോ. ഇഞ്ചൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഞാനിത് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കുഴച്ചിട്ട് മൂടി വെക്കേണ്ടതൊന്നും ആവശ്യമില്ല. നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനാണ്. ഉള്ളിവടയും പൊക്കവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് കുറച്ച് നേരം കുഴച്ച് വെക്കണം, അത് പല പഴംപൊരിക്കൊക്കെ. അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ എല്ലാതും മിക്സ് ആക്കിയത് ഇങ്ങനെ ഉരുളാക്കാണ്. ഉരുളാക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം വെച്ചിട്ടാ, നമ്മളെ കയ്യിൻ്റെ ഉള്ളനടിയിലിട്ടിട്ടാണ് ഇത് ഇതാക്കേണ്ടത് കേട്ടോ. നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നമ്മൾ പരിപ്പ് വട നടുവിൽ ഇങ്ങനെ ഒരു കുറച്ച് വാണേനും വക്ക് നല്ല മുരിക്കനെ വേണം. അപ്പം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ പരത്തിയിടുകയാണ്. ഞാൻ ഇതിൻ്റെ അവസാനം ഇത് നമ്മൾ എങ്ങനെ ഉരുളാക്കണ്ടു പറഞ്ഞുതരാം. നീളത്തിൽ ഉരുളാക്കുക, അങ്ങനെ പിടിച്ചിട്ട് നീളത്തിൽ ഉരുളാക്കുക. എന്നിട്ട് അത് നമ്മൾ ഉള്ളം കയ്യിൽ വെച്ചുങ്ങാണ്ട് ഒരു തലത ഇങ്ങനെ വെക്കുക. ഞാൻ ഈ കാട്ടണമായി തന്നെ കേട്ടോ അങ്ങനെ ആക്കുക. എന്നാൽ നമ്മളെ നടുവിൽ കുറച്ച് കട്ടി ഉണ്ടാവും, വക്ക് നല്ല അടിപൊളിയിൽ മുരിഞ്ഞ് വരും ചെയ്യും. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ
ഇതൊക്കെ അങ്ങനെ ആക്കിയാണ്ട് പ്ലേറ്റിൽ വെക്കട്ടെ. എന്നാൽ പിന്നെ എളുപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് ഇട്ടെടുക്കാമല്ലോ. അങ്ങനെ ഇതാ ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും പാട് ഉരുളാക്കാനും പരത്താനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എളുപ്പം ചെയ്യാം. അപ്പം ചൂടോടുക്കനെ മക്കൾക്ക് കൊടുക്കും ചെയ്യാമല്ലോ വെച്ചിട്ട് ഈ പരിപാടി ചെയ്യണം. അങ്ങനെ എണ്ണ നല്ലോണം ചൂടായിക്കോട്ടെ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പരിപ്പ് വട പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് ഞാനത് എണ്ണയൊക്കെ ഇട്ട് കൊടുത്തു. തോനീച്ച ഇട്ട് കൊടുക്കരുത്, 4 ഈച്ച ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചട്ടിക്ക് അനുസരിച്ചിട്ടാണല്ലോ, നമ്മളെ ചട്ടിയിൽ എങ്ങനെ ആയാലും 4 ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീയൊന്ന് കുറച്ച് വെക്കുക. അപ്പം എന്നാൽ ഉള്ളൊക്കെ വെന്ത് കിട്ടും, നല്ല കളറും വയ്ക്കാരം. എന്നിട്ട് അപ്പം അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടോ. ഞാൻ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. വല്ലാതെ കുറച്ച് വെക്കണ്ട, നമ്മൾ എടുത്തന്നെ നിന്നാൽ മതി. അയച്ചിട്ട് ഗ്യാസ് ഫുള്ളിൽ ഇട്ടുങ്ങാണ്ട് നിൽക്കരുത്. അപ്പം നമ്മളെ പരിപ്പാടെ ഉള്ളു വെന്ത് കിട്ടൂല കേട്ടോ. അങ്ങനെ ഇത് ഒരു ഭാഗം മുരിഞ്ഞ് നിന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ മറിച്ചിട്ട് കൊടുക്കാൻ. പിന്നെ വടപ്പരിപ്പ് തന്നെ വാങ്ങുക. അങ്ങനത്തേന് വടപ്പരിപ്പാണ് പരിപ്പ് വടക്ക് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ചിലവർ വേറെ എന്തൊക്കെ കൂട്ടണാണ് എനിക്കറിയില്ല. ഇത് നല്ല മുരിക്കനാവും ചെയ്യും, നല്ലൊരു ടേസ്റ്റാണ്. കാരണം വലിയ ജീരകം ഉണക്കമുളകൊക്കെ ഉണ്ടായതുകൊണ്ട്. ചിലവർ പിന്നെ ഇഞ്ചിയൊക്കെ ഇടും. നമ്മളെ പരിപ്പ് വടയിൽ ഇഞ്ചി ചേർത്തിട്ട് തന്നെ അല്ല. എന്നാലും ഇത് കഴിഞ്ഞാൽ നല്ല മുരിക്കനെ കാണിച്ചു തരാം. അപ്പം ഇനി നമ്മളിങ്ങനെ ഓരോന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ കണ്ടില്ലേ, പുറം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം. ഇനി ഇട്ട് കൊടുക്കാണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു എന്ത് വ്ളോഗ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്, മൈ ലൈഫ് അങ്ങനെയൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻഷാ അള്ളാ ഇന്ന് എനിക്ക് സമയമില്ല. അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഏതായാലും കടി ഉണ്ടാക്കിയത്, അത് ഇന്ന് തന്നെയാണ് കടന്നോട്ടെ വെച്ചിട്ടാണ് ഇത് ഇട്ടത്. അങ്ങനെ നമ്മളെ പാത്രമൊക്കെ നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, അതിൻ്റെ മേലെ ഓരോ പരിപ്പ് നല്ല ചുരുക്കിൽ കിടക്കണല്ലേ, അതിൻ്റെ വക്കാണ് ഞാൻ ഈ പൊട്ടിക്കുന്നത് കേട്ടോ. നല്ല മുരിക്കനാണ്, ഉള്ളാണെങ്കിൽ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു കളറും ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്. പരിപ്പുവട ഉണ്ടാക്കിയിട്ട് കമൻറ്റ് എഴുതുകൊണ്ട്. മുരിഞ്ഞ പരിപ്പുവടയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം ഞങ്ങൾ എങ്ങനെ ആയാലും ചായ കുടിക്കട്ടെ. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.